നമസ്കാരം. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു വിധി വന്നത്. ആ വിധി പിന്നീട് വിധി പകർപ്പായി കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. 1700 സംതിങ് പേജുള്ള വിധി പകർപ്പ്. അതിൽ നിന്നും പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു വിധി പ്രഖ്യാപിച്ചത്. ആ വിധിയിൽ 8-ാം പ്രതിയായ ദിലീപിനെ ഉൾപ്പെടെ ഉള്ളവരെ വെറുതെ വിടുന്നു. 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കുന്നു. ആ ശിക്ഷാവിധി നടപ്പിലാക്കിയത് 12-ാം തീയതി. അതും ഇത്രയും ക്രൂരമായി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് വിധിച്ചത്. തുടക്കം മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ, റിപ്പോർട്ട് ടീമിൽ ജോലി ചെയ്യുമ്പോൾ. അന്നൊക്കെ കോടതിയിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടവരുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് അതിജീവിത അവളുടെ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പല ആളുകൾ എന്തു പറഞ്ഞാലും അതിജീവിത പറയുന്നതിൽ സത്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിജീവിത പറയുന്നു, അവൾക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിൽ ആഴത്തിൽ ചിന്തിച്ചെഴുതിയത് തന്നെയാണ്. ഉണ്ടായ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു തുറന്ന കത്ത്. അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അവൾ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ, ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോളം വെളിച്ചത്തിൻ്റെ നേരിൽ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹരിച്ചവർക്കായി ഞാൻ ഈ വിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ 1-ാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവറായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് എന്തെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുമ്പോ 1-2 തവണ മാത്രം ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ആദ്യ പാരഗ്രാഫിൽ പറയുന്നതാണ്. അത് പൾസർ സുനിയെക്കുറിച്ചാണ്. ഒരു കാരണവശാലും പൾസർ സുനി ഡ്രൈവറല്ല, ജീവനക്കാരനല്ല. ഒരു ലൊക്കേഷനിലേക്ക് പ്രൊഡക്ഷൻ പറഞ്ഞയച്ച ഒരു ഡ്രൈവർ മാത്രമായിരുന്നുവെന്ന് അതിജീവിത പറഞ്ഞു വയ്ക്കുന്നു. വീണ്ടും തുടരുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാൾക്ക് കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്ന എനിക്ക് പ്രോസിക്യൂഷൻ മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. അന്ന് നടിക്കുണ്ടായ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ നിന്നും, ഈ സെക്ഷൻ കോടതിയിൽ നിന്നും ഒരു കാരണവശാലും നീതി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയെ വരെ സമീപിച്ചു. എന്നിട്ടും അവൾക്കൊപ്പം നിന്നില്ല എന്നാണ് അവൾ പറയുന്നത്. വീണ്ടും തുടരുന്നു അവൾ. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. ആ വാക്കാണ് ഏറ്റവും ശ്രദ്ധേയമായത്. നിയമത്തിൻ്റെ മുമ്പിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നു അവൾ. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അതിശയകരമായ കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. അതാണ് നിരന്തരം ഈ ഇരയായ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്നവർ തുടർന്നുകൊണ്ടേയിരിക്കുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. അക്കമിട്ടാണ് അതിജീവിത പറയുന്നത്. അട്ടഹസിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഓടുന്ന വണ്ടിയിലിട്ട് ബലാത്സംഗം ചെയ്തിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ, കോടതിയിലുണ്ടായ അനുഭവങ്ങൾ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ കുട്ടി തുറന്നു പറയുമ്പോൾ
അവളുടെ വേദനയാണ് പങ്കുവച്ചിരിക്കുന്നത്. തീരുന്നില്ല. ആദ്യം പറഞ്ഞിരുന്നു അവൾക്ക് കോടതിയിലുണ്ടാകാത്ത വിശ്വാസത്തെക്കുറിച്ച്, അതും ചുവടെ ചേർക്കുന്നുണ്ട്. ഈ ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ, ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്ന് പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായ പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന് തോന്നാൻ ഉറപ്പായതിനാലാണ് അത്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. ഈ മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും എടുത്തുപയോഗിച്ചുവെന്നും ആശ്വാലി മാറിയുമെന്നുള്ള വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയിൽ ഒരാളാണ് ഞാൻ. റിപ്പോർട്ട് ടി വിയിലുള്ളപ്പോൾ ഒരു രാത്രിയായിരുന്നു, 7:30 മണിക്കുള്ള ചർച്ചയിലായിരുന്നു ഈ മെമ്മറി കാർഡിൻ്റെ വിഷയം വരുന്നതും. അന്ന് റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഞാനും റോഷിപാലുമായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം വലിയ കോളിളക്കം സൃഷ്ടിക്കപ്പെട്ടെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പോയതെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് അതിജീവിത എഴുതിയിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതിയിൽ നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന് ഹർജിയുമായി ഫൈറ്റ് ചെയ്തപ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്ന് പരിഗണിക്കണമെന്ന് ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇതെന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ കേസിൻ്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു. ഇത്തരം കാര്യങ്ങളായിരുന്നു അതിജീവിത എഴുതിയിരിക്കുന്നത്. ഇത് സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ വിധിയും വിധിപ്പകർപ്പുകളും വായിക്കുമ്പോൾ പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകളൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അതിജീവിത അന്നു മുതൽ പറയുന്നു എനിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ല എന്ന്. 2 പ്രോസിക്യൂട്ടർമാരാണ് മാറിയത്. 2 പ്രോസിക്യൂട്ടർമാർ മാറിയ സാഹചര്യമുണ്ടായി. എന്നിട്ടും ഇത് മുന്നോട്ട് പോയി. എനിക്ക് തോന്നുന്നു 1215 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ വന്ന വിധിയിൽ തൃപ്തരാകാതെ വന്നപ്പോഴാണ് അതിജീവിത ഇത്തരമൊരു കുറിപ്പ് എഴുതിയത്. അതിജീവിതയ്ക്ക് പൂർണ്ണ പിന്തുണയുമായാണ് മഞ്ജു വാര്യർ വന്നിരിക്കുന്നത്. മഞ്ജു വാര്യർ അല്പസമയം മുമ്പ് സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും വാസ്തവം. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നീതിപൂർണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാകുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ വിശ്വാസം ദൃഢമാക്കുന്നു. അതുകൂടി കണ്ടെത്തിയാലേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീകൾക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിൽ തെരുവിലും ജീവിതത്തിലും സ്വധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പെടാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ. കൃത്യമായാണ് മഞ്ജു വാര്യർ പറയുന്നത്. നമുക്കറിയാം കോടതി വിധി 8-ാം തീയതി നടന്നത്. അന്ന് തന്നെ പുറത്തിറങ്ങിയ ദിലീപ് പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. മഞ്ജു പറഞ്ഞ ഗൂഢാലോചനയിൽ നിന്നാണ് ഇത് തുടങ്ങിയതെന്ന്. അന്ന് മഞ്ജു വാര്യനെ ലക്ഷ്യം വെച്ചായിരുന്നു ദിലീപ് എന്ന് പറഞ്ഞത്. അതിജീവിതയെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം എറണാകുളത്ത് നടന്ന പരിപാടിയിൽ മഞ്ജു വാര്യർ വന്ന് പ്രസംഗിച്ചിരുന്നു ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന്. അത് തന്നെയാണ് സത്യമെന്ന് തെളിയിക്കുന്ന കാലം വിദൂരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മഞ്ജു കൃത്യമായ കാര്യങ്ങൾ എഴുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അതിജീവിതയ്ക്കൊപ്പം വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നീതി വേണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് അതിജീവിതയുടെ യാത്രയോടൊപ്പമായിരിക്കും ഈ കേരള സമൂഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.